മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ കഴിഞ്ഞു. മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് കുറവുണ്ട്. നല്ല വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു ഇവിടെ ബോംബെ ഭാഗങ്ങളിൽ. ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ വരെ മഴയായിരുന്നു. ഇന്ന് ഇത്തിരി മഴ കുറവുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നാട്ടിലൊക്കെ മഴയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. നാട്ടിലെന്നല്ല, ഇവിടുന്ന് കാണുന്ന ആളുകൾ, എൻ്റെ വീഡിയോ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്യണേ അവിടെയൊക്കെ മഴയുണ്ടോ എന്നുള്ളത്. പിന്നെ ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ മഴയൊക്കെ അല്ലേ, അപ്പൊ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ മുളകൊക്കെ പൊടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുളകും വലിയ. അപ്പൊ മുളകൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനൊന്നും എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ 2 പേരൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ ഒരു വർഷത്തേക്കുള്ള മുളകൊന്നും അങ്ങനെ ഞാൻ പൊടിച്ചു വെക്കാറില്ല. കുറച്ചായിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കും മുളക്. എന്നിട്ട് ഞാൻ തന്നെ ചൂടുകാലൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കും. വർഷക്കാലത്ത് ഞാൻ പൊടിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസ്, എൻ്റെ പാട്ടുകളൊക്കെ ഞാൻ വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റുകൾ അറിയിക്കണം. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന്, ഒരു പാഷനായിട്ട് ഞാൻ പാടുന്നതാണ്. എനിക്കൊരു പ്ലാറ്റ്ഫോം ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പാടാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് പാടുന്നതാണ്. അപ്പം ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന 100 ഗ്രാം മുളക് പൊടിയാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത്. അപ്പോൾ ഇതിന് ഇവിടെ ഈ മുളകിന് പറയുക ബേഡ്ഗി ചില്ലി എന്നാണ് പറയുക. ബേഡ്ഗി ചില്ലി ബോംബെ ഭാഗങ്ങളുള്ളതാണ്. അതിന് എരിവുണ്ടാവില്ല. നമ്മുടെ കാശ്മീരി ചില്ലി പോലെ തന്നെ ഉണ്ടാവും. അതിന് കാശ്മീരി ചില്ലി തന്നെയാണ് അത് കേട്ടോ. ഞാൻ മറ്റേ ചില്ലി അധികം ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് മറ്റേ ആ മുളക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന് ഇടുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കളയണം കേട്ടോ. ഞെട്ടൊക്കെ കളയണം. കാരണം ഞെട്ടൊന്നും പൊടിയില്ല. ഞെട്ടൊക്കെ പൊടിക്കഴിഞ്ഞാൽ അതിങ്ങനെ അത് വെറുതെ അങ്ങനെ കിടക്കുള്ളൂ. അപ്പൊ നമുക്കിത് ഞെട്ടൊക്കെ ഒന്ന് പൊടിക്കാം കേട്ടോ. പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് എല്ലാത്തിൻ്റെയും ഞെട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ചൂടാക്കാൻ പറഞ്ഞ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കണമെങ്കിൽ ഓവൻ്റെ തന്നെ പാത്രം വേണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു പരന്ന പാത്രമുണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഓവനിൽ ചൂടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. പുതിയ ചളിയോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ തുടച്ചെടുത്താൽ മതി. കഴുകിയെടുത്താൽ ഉണക്കാൻ ബുദ്ധിമുട്ടാണ്. കഴുകിയെടുത്താൽ പൊടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിതാ ഇതാക്കി എടുത്തിട്ടോ വൃത്തിയായിട്ട് കാണാല്ലേ കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അത് മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ. പൊടിച്ചിട്ട് കാണാം. അപ്പം നമ്മുടെ മുളക് പൊടി ഇതേ പൊടിച്ചത് കണ്ടോ, അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അത് പൊടിക്കാൻ ഈസിയാണ്. അത് മിക്സിയിൽ വെച്ച് പൊടിച്ചത് പുറത്തുനിന്ന് മേടിച്ച പൊടിയുടെ അതേപോലെ തന്നെ ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നന്നായി നല്ല അസലായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് അറിയാത്തവർ ഉണ്ടെങ്കിൽ, ചിലർക്കൊക്കെ അറിയുണ്ടാവും, അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓവനില്ലാത്ത വീടുകളൊന്നും വളരെ കുറവായിരിക്കും. ഓവനൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇനി അതല്ലാതെ ഇനി ഓവനില്ലാത്ത ആൾക്കാർക്ക് കുക്കറിൽ വെച്ചിട്ടും അത് ചൂടാക്കി പൊടിക്കാം. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. മഴക്കാലമാണെങ്കിലും നമ്മളിപ്പോൾ പുറത്തുനിന്ന് മുളക് പൊടി ഒന്നും മേടിച്ച് ഉണങ്ങാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിൽ നമുക്ക് പുറത്തുനിന്ന് മുളക് പൊടി മേടിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൽ മുഴുവൻ മായങ്ങളാണ്. ഇഷ്ടികപ്പൊടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഡിയർ, ബൈ, ടേക്ക് കെയർ.